നമസ്കാരം. മണ്ണാർക്കാട്ടുകാർക്ക് എല്ലാവർക്കും ഏറെ അഭിമാനിക്കാവുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മണ്ണാർക്കാടിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ സ്വന്തം കമ്മപ്പ സാറിന് ലണ്ടനിലുള്ള റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജിയിൽ വെച്ച് നടക്കുന്ന സെമിനാറിലേക്ക് ഒരു ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് സാറിനോട് തന്നെ നേരിട്ടൊന്ന് ചോദിച്ചറിയാം. സാർ, സെമിനാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്ന് പറയാമോ? അത് ഈ റോയൽ കോളേജ് എന്ന് പറയുന്നത് ലണ്ടനിലുള്ള നമ്മുടെ മെഡിക്കൽ സബ്ജക്റ്റുകളിൽ എല്ലാറ്റിലും റോയൽ കോളേജുകളുണ്ട്. റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജി ഉണ്ട്, റോയൽ കോളേജ് ഓഫ് പീഡിയാട്രിക്സ് ഉണ്ട്, സൈക്യാട്രി ഉണ്ട്. അങ്ങനെ എല്ലാ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളിലും റോയൽ കോളേജ് ഉണ്ട്. നമ്മൾ അതത് വിഭാഗങ്ങളിലെ ലോകത്തെ ഏറ്റവും അതോറിറ്റി ആയിട്ട് അറിയപ്പെടുന്നതാണ് ഈ റോയൽ കോളേജുകൾ. അപ്പോൾ ഈ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു കോളേജ് പോലെ ഒരു കെട്ടിടം അങ്ങനത്തെ ഒരു സംവിധാനമല്ല, അതൊരു ശരിക്കും ഒരു സംഘടന പോലെയാണ്. അപ്പോൾ അവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഗൈനക്കോളജിയിലാണെങ്കിൽ MRCOG എന്ന ഡിഗ്രി കിട്ടും, മെമ്പർ ഓഫ് റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജി കിട്ടും. അപ്പോൾ അതേപോലെ എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. ഇപ്പോൾ MRCP എന്ന് പറയും, ഇപ്പോൾ മെഡിക്കൽ വിഭാഗമാണെങ്കിൽ MRCP എന്ന് പറയും, സർജറി ആണെങ്കിൽ MRCS എന്ന് പറയും. അങ്ങനെ ഓരോ വിഭാഗത്തിൽ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഇത്തരം അവരുടെയൊക്കെ പരീക്ഷകൾ നടത്തുന്ന ഇവരാണ്. മാത്രമല്ല ഈ വിഭാഗങ്ങളിലെല്ലാം നമുക്ക് പുതിയതായിട്ട് വരുന്ന ഡെവലപ്മെന്റുകളെല്ലാം നമ്മൾ ഈ റോയൽ കോളേജിന്റെ ഗൈഡ് ലൈൻസ് എന്ന രീതിയിൽ അവർ അംഗീകരിച്ചാൽ മാത്രമേ ലോകം മുഴുവൻ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ഡോക്ടർ പുതിയൊരു ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചാൽ അതാദ്യം റോയൽ കോളേജ് അംഗീകരിക്കണം, എങ്കിൽ മാത്രമേ അതൊരു ലോകം മുഴുവൻ WHO അടക്കം അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ റോയൽ കോളേജ്. അപ്പോൾ റോയൽ കോളേജ് എല്ലാ വർഷവും അവരൊരു വേൾഡ് കോൺഗ്രസ് ഓഫ് ഗൈനക്കോളജി നടത്താറുണ്ട്, ജൂണിലാണ്. അതിന്റെ അവസാനത്തെ 2 ദിവസം ഒരു സെമിനാറുണ്ട്. അതിന്റെ ഈ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ളൊരു സെമിനാറാണ്. ഈ സെമിനാറിലേക്കാണ് ഇപ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ വന്നത്. അതിന്റെ ചെലവുകളെല്ലാം അവർ വഹിക്കും, യാത്രാ ചെലവും താമസവും എല്ലാം അവർ വഹിക്കും, അവർ തന്നെ ചെയ്യും. എന്നാണ് സെമിനാർ വരുന്നത്? അത് ജൂൺ 26-27 തീയതി അതിന്റെ ഒരു ഗ്രാൻഡ് ഡിന്നർ ഉണ്ട്, അതിന് ഇൻവിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സെമിനാർ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു പരിപാടിയാണ്. രണ്ടെല്ലാവരുടെ റോയൽ കോളേജിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത്. മണ്ണാർക്കാടിന്റെ സുവർണ ലിപികളിൽ എഴുതാൻ പറ്റുന്ന ഒരു അംഗീകാരമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. സാർ, ഈ ഒരു അംഗീകാരം കേരളത്തിലോ ഇന്ത്യയിലോ ആയിട്ട് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കിട്ടിയതായിട്ട് സാറിന് അറിവുണ്ടോ? ഇത് സാധാരണഗതിയിൽ ഈ ഇത്തരം സെമിനാറുകൾക്കുള്ള ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടീച്ചിങ് മേഖലയിൽ, ഇപ്പം മെഡിക്കൽ വിഭാഗത്തിൽ തന്നെ ടീച്ചിങ് മേഖലയിൽ, ഇപ്പം മെഡിക്കൽ കോളേജിലൊക്കെ പ്രൊഫസർമാർ, ആ രീതിയിലുള്ള ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് സാധാരണ ഇതിൽ ഇൻവിറ്റേഷൻ കിട്ടാറില്ലാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വലിയൊരു അംഗീകാരമായിട്ടാണ് കരുതുന്നത്. കാരണം ഞാൻ ഇപ്പോൾ മണ്ണാർക്കാട് പോലെയുള്ള ചെറിയൊരു സ്ഥലത്ത് ഇരിക്കുന്ന ചെറിയൊരു ആശുപത്രി നടത്തുന്ന ഒരാളാണല്ലോ. അപ്പോൾ എന്നെ ഇതിലേക്ക് അവർ കൺസിഡർ ചെയ്തു എന്നുള്ളത് വളരെ വലിയൊരു അംഗീകാരമാണ്. കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം ആർക്കും വേറൊരാൾക്കും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് എന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു ടൗൺ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മണ്ണാർക്കാട്ടിൽ നിന്ന് സാറിന് എങ്ങനെയാണ് അവർ കണ്ടെത്തിയിട്ടുണ്ടാവുക? അത് നമ്മുടെ ആശുപത്രിക്ക് അത്ര ആൾക്കാർക്ക് അറിയാത്ത ഒരു പ്രധാന വിശേഷണം ഉണ്ട് സത്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ റോയൽ കോളേജ്, ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഗൈനക്ക് ഡിഗ്രി കൊടുക്കുന്നത് MRCOG എന്നുള്ള ഡിഗ്രിയാണ്. ഈ MRCOG ഡിഗ്രി അത് മുൻപ് അവർ ഏതെങ്കിലും സ്ഥാപനങ്ങളിലായിട്ട് നടത്തുകയായിരുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും MRCOG ഉള്ള ഈ പഠിപ്പിക്കുന്ന ആൾക്കാരെ കൂടെ നിന്ന് പഴയ പോലെ ഒരു ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ഈ MRCOG. 5 കൊല്ലം അവർ കൂടെ നിൽക്കുക. അപ്പോൾ അവർ പഠിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഈ പരീക്ഷ ഇവർ നടത്തും, റോയൽ കോളേജ് നടത്തും. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. പക്ഷേ 2 വർഷം മുമ്പ് അവർ ആദ്യമായിട്ട് ഒരു കോഴ്സ് പോലെ, ഒരു സ്ഥാപനത്തിൽ കോഴ്സ് പോലെ നടത്താനുള്ള ഒരു തീരുമാനം എടുത്ത് ലോകത്ത് ആദ്യമായിട്ട് തുടങ്ങിയത് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഈ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഇത് അവർ ആദ്യമായിട്ട് 5 സീറ്റ്, ഒരു വർഷം 5 സീറ്റ് വെച്ചിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ 3ാമത്തെ ബാച്ചാണ് അവിടെ അഡ്മിഷൻ. അപ്പോൾ ഈ കുട്ടികൾക്ക്, ഈ വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് അവിടെ ആസ്റ്ററിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ആസ്റ്റർ വലിയ ആശുപത്രിയാണ് എന്നാലും, പക്ഷേ നമ്മുടെ സാധാരണ പ്രസവവും അത്തരം കാര്യങ്ങളൊക്കെ അത്രയധികം ഇല്ലാത്തൊരു ആശുപത്രിയാണ്. 100 പ്രസവമൊക്കെയാണ് അവിടെ ഒരു മാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർക്കുള്ള അതിൻ്റെ ട്രെയിനിങ്ങിന് എന്ത് വേണമെന്ന് അവർ ചിന്തിച്ചപ്പോഴാണ് അവർ ആ കോഴ്സിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ഡോക്ടർ മായാദേവി കുറുപ്പ് എന്ന് പറയും. അവരെ വേറെ രീതിയിൽ പറഞ്ഞാൽ മലയാളികൾക്ക് അറിയുന്നതാണ്. നമ്മുടെ മഹാനായ കവി ONV കുറുപ്പിന്റെ മകളാണ് മായാദേവി കുറുപ്പ്. അവരാണ് ഈ കോഴ്സിന്റെ ഡയറക്ടർ. അപ്പൊ നമ്മുടെ ആത്മാശുപത്രിയിൽ ഇത്രയും വളരെയധികം പ്രസവങ്ങളൊക്കെ നടക്കുന്ന ആശുപത്രിയാണെന്നുള്ളത് മായാദേവിക്ക് അറിയാം. അങ്ങനെ അവര് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അപ്പൊ അവർക്ക്
ഈ ട്രെയിനിങ്ങിനുള്ള സൗകര്യം, ഈ പ്രസവ മുറിയിലെ ട്രെയിനിങ്ങിന്റെ സൗകര്യം ഇവിടെ കൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഞാനത് പഠിപ്പിക്കുന്ന കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ കുട്ടികൾ കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ ട്രെയിനിങ്ങിന് വരുന്നുണ്ട്. ലേബർ റൂം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. തിയറി ഒന്നുമല്ല, അതിൻ്റെ പ്രാക്ടിക്കൽ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർ ഈ RCOG ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്നും ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടെന്നും ഒക്കെ അങ്ങനെയാണ് അവർ RCOG അറിഞ്ഞത്. പിന്നെ RCOGയുടെ വലിയ ഡയറക്ടറും ആൾക്കാരൊക്കെ ആയിട്ട് എന്നോട് എനിക്ക് മെയിൽ ചെയ്യാറുണ്ട്. അപ്പം നമ്മളിവിടുത്തെ ഒരു മാസം നടക്കുന്ന പ്രസവങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്കറിയാം. അങ്ങനെയാണ് അവർ എന്നെ സെലക്ട് ചെയ്യേണ്ടത് വന്നതെന്നാണ് തോന്നുന്നത്. സാർ എത്ര വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്? അപ്പൊ ഞാനടക്കം എന്നെയൊക്കെ സാറാണ് എടുത്തിട്ടുള്ളത് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പൊ 39 വർഷം പൂർത്തീകരിക്കുക. 86 പാസ്സായി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. പിന്നെ നമ്മുടെ ആശുപത്രി തുടങ്ങിയത് ഇപ്പൊ 30 കൊല്ലായി. 95 തുടങ്ങിയത്. അപ്പൊ ഇയാളെയും അവിടെ പ്രസവിച്ചിട്ടുള്ള ഈ കാലയളവിൽ ഏതാണ്ട് എനിക്ക് ഒരു ഏകദേശ കണക്കിൽ ഒരു 1,20,000 പ്രസവങ്ങളായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആശുപത്രി തുടങ്ങിയതിന് ശേഷമുള്ള കണക്കുകളൊക്കെ നമ്മളതിൽ കൃത്യമായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് മുമ്പ് തന്നെ 86 മുതൽ 95 വരെയുള്ള ഒരു 9 വർഷത്തോളം കുറെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉള്ള തന്നെ ചെറിയ ആശുപത്രികളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പ്രസവിച്ചതിന്റെ എണ്ണത്തിന്റെ കണക്ക് കൃത്യമായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ തുടങ്ങിയ പിന്നെ തന്നെ ഏതാണ്ട് 1,00,000 ആവാറായി. അപ്പൊ അതിന് മുമ്പുള്ള ഒരു 9 കൊല്ലം ഏതാണ്ട് ഒരു 20,000-ഓളം ഏകദേശമായിട്ടുണ്ടാവും എന്നാണ് കണക്ക്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയിലാണ് ഞാൻ 1,20,000-ന്റെ മേലെ എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ സാറിന് എല്ലാവിധ ആശംസകളും നേരാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.